ഹലോ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേ ഡയഗ്രാം ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ആൻഡ് ബി ഈസ് ഗിവൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു നോർമൽ വരച്ചിട്ടുണ്ട്. ഈ പിങ്ക് ലൈൻ കണ്ടോ, അത് നോർമൽ വരച്ചിട്ടുണ്ട്. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് ഇൻസിഡന്റ് ആവുന്നത്? എയിൽ നിന്ന് ബിയിലോട്ടാണ്. അപ്പൊ നമുക്ക് ആംഗിൾസ് നോക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഇതിന് ഞാൻ ഐ എന്ന് കൊടുത്തു, ഇവിടെ ആർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ അറിയാം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താ? കുറവാ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഗ്രേറ്റർ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവാ. അതായത് റേ ഓഫ് ലൈറ്റ് എന്താ? ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇത് ഏത് കേസ് ആയിരിക്കും? മീഡിയം എ റെയർ മീഡിയവും മീഡിയം ബി ഡെൻസർ മീഡിയം ആണെങ്കിൽ എന്തായിരിക്കും? The light bend towards the normal ആയിരിക്കും. When the path of light obliquely enters from rare medium to denser medium, it deviates towards the normal. അപ്പോൾ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം ബിക്കായിരിക്കും കൂടുതൽ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അല്ലെ? സ്പീഡ് ഓഫ് ലൈറ്റ് കുറവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ റിഫ്രാക്റ്റീവ് മീഡിയം ബിക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അപ്പൊ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? In which medium will the speed of light will be less? Medium B. In which will be the optically denser medium? Already we said medium B. കാരണം എന്താ? Light ray bend towards the normal. So B is denser. അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം ആണ്. ഓൾറെഡി ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആകെ ഈ ഒരു റെഡ് ലൈൻ മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് എന്ത് ലൈറ്റ് എൻ്റർ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്, പാസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മാർക്ക് ചെയ്യണം. അപ്പൊ വാട്ടർ എന്താ? റെയർ മീഡിയമാണ് കമ്പയർഡ് ടു ഗ്ലാസ്. ഗ്ലാസ് ഡെൻസർ മീഡിയം ആയിരിക്കും. റെയർ ടു ഡെൻസർ ആണ് ലൈറ്റ് എൻ്റർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും അല്ലേ? ഇപ്പോൾ ശരിക്കും ലൈറ്റ് എന്താ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകേണ്ടത്, പക്ഷെ ഇവിടെ എന്ത് പറ്റും? ടു ഡിഫറെന്റ് മീഡിയംസ്. അപ്പോൾ ബെൻഡിങ് സംഭവിക്കും. അതെങ്ങോട്ടാ? ടുവേർഡ്സ് ദ നോർമൽ ആണ്. ഇതാണ് ഡയഗ്രാം. അടുത്തത്, ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ അല്ലേ? എക്സിന്ന് വൈയിലോട്ടാണ് ലൈറ്റ് പോണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലായിരിക്കും. എന്തിനേക്കാളും? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എക്സാമ്പിൾ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? ഒരു 30 ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ആണെങ്കിൽ ഇത് ഏത് കേസ് ആയിരിക്കും? ഡെൻസർ ടു റെയർ ആയിരിക്കണം. ഡെൻസർ ടു റെയർ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. അതായത് ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. ശരിക്കും ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ പോകേണ്ടത്, പക്ഷെ അല്ല. എന്താ? നോർമലിനേക്കാളും എവേ ആ പോകുന്നത് ടു ഡിഫറെന്റ് മീഡിയംസ് ആവുമ്പോൾ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞ മീഡിയം ആണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് ഈ മീഡിയത്തിൽ കുറവായിരിക്കും. സ്പീഡ് എവിടെ? എക്സിൽ കുറവായിരിക്കും. അപ്പോൾ വൈയിലാണെങ്കിലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എൻ എന്ന് കൊടുത്തു, എന്നും കുറവാണ്. പക്ഷെ സ്പീഡ് വി എന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ. വി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇൻ വിച്ച് മീഡിയം സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് മോർ? വൈ. അടുത്തത്, വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏതാ? എക്സ്. ഡ്രോ ദ പാത്ത് ഓഫ് ലൈറ്റ്. ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഓക്കെ, അവേ ഫ്രം ദ നോർമൽ വരച്ചാൽ മതി. എക്സും വൈയും കൊടുക്കുക. എക്സിന്ന് വൈയിലോട്ട് അവേ ഫ്രം ദ നോർമൽ ആയിരിക്കും.
അടുത്തത് ഡിഫറെൻറ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇത് ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ടറിനാണ് എന്ത് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഏറ്റവും കുറവ്. പക്ഷെ ഇവിടെ ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലിനും എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്താ? സ്പീഡ് കൂടുതലാണെങ്കിൽ, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറഞ്ഞെടുത്ത് n എന്തായിരിക്കും? കുറവായിരിക്കും. അതേപോലെ തിരിച്ച് സ്പീഡ് കുറവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ചോദ്യം എന്താ? ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്? മാക്സിമം സ്പീഡ് ഏതിനായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ളതിനായിരിക്കും. അപ്പൊ ഇവിടെ ഏതാ ഏറ്റവും കുറവുള്ളത്? വാട്ടറിന് 1.33 ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ വാട്ടർ ആണ് കറക്റ്റ് ആൻസർ. വിൽ റേ ഓഫ് ലൈറ്റ് എൻഡ് ഒബ്ലിക്ലി ഫ്രം ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ ഡീവിയേഷൻ ഉണ്ടാവോ? കാരണം എന്താ ഇവിടെ ഡീവിയേഷൻ ഉണ്ടാവില്ല. കാരണം എന്താ? രണ്ടിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ രണ്ടും എന്തായിരിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സെയിം ആയിരിക്കും. സെയിം മീഡിയത്തിലാണെങ്കിൽ എന്താ? സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സെയിം ആണെങ്കിൽ അവിടെ ഡീവിയേഷൻ സംഭവിക്കുമോ? ഇല്ല. മൂന്നാമത്തെ ചോദ്യം. ദ ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഗ്ലാസ്. ഓക്കെ, ഗ്ലാസ്സിൽ നിന്ന് ഈ ലിസ്റ്റിലുള്ള എല്ലാ ഡിഫറെന്റ് മീഡിയത്തിൽ കൂടി പോണേണെങ്കിൽ ഏത് മീഡിയത്തിലായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ഏറ്റവും കൂടുതൽ? അതായത് റെയർ ടു ഡെൻസർ ടു റെയർ ആണെങ്കിലല്ലേ എവേ ഫ്രം ദ നോർമൽ ആവുള്ളൂ. ഡെൻസർ ടു റെയർ, അപ്പോൾ ഗ്ലാസിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവായിരിക്കണ്ടേ? അതിൽ ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ കുറവ്? വാട്ടറിന്. അപ്പോൾ വാട്ടർ ആണെങ്കിലാണ് എന്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏറ്റവും ഗ്രേറ്റർ ആവുള്ളൂ. എന്ത് പറ്റും? റെയർ ഡെൻസർ ടു റെയർ ആണെങ്കിൽ ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യനില് രണ്ട് ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. ഒബ്സർവ് ചെയ്തിട്ട് റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ 2 ഡിഫറെന്റ് മീഡിയംസ്. അപ്പോൾ എ ആണ് ഇൻസിഡന്റ് റേ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫസ്റ്റ് ഫിഗറിൽ എന്താ 40 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 20 ഡിഗ്രി ആണ്. സെക്കൻഡ് ഫിഗറിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രി. ഇത് ഏത് കേസാ? എപ്പോഴാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലാവുന്നത്? റെയർ ടു ഡെൻസർ മീഡിയം ആണെങ്കിൽ ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവായിരിക്കും. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ഏതിനാ? ഫസ്റ്റ് മീഡിയത്തിനാണ് ഏറ്റവും കുറവ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ഫസ്റ്റ് മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലായിരിക്കും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് മീഡിയം ഓഫ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? മീഡിയം 1. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ. 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും അതുപോലെ തന്നെ റിഫ്രാക്ഷന്റെ ഫിഗേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫിഗർ എന്താണ്? ഇവിടെ ലൈറ്റ് 90 ഡിഗ്രിയിലാണ് എൻ്റർ ചെയ്യുന്നത്. 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ നോ ഡീവിയേഷൻ ടുവേർഡ്സ് ദ ഇൻസിഡന്റ് നോർമലി ആണ്. അപ്പോൾ അവിടെ ഡീവിയേഷൻ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ഫേസ് നോക്കിയേ, കുറച്ച് ചരിഞ്ഞല്ലേ ഇരിക്കുന്നേ. ഇതിന്റെ നോർമൽ ഞാൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി വന്ന് വീഴുമ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. പ്രിസമാണിതൊരു. ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? 42 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 45 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇവിടെയും എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ നോർമൽ വരച്ചിട്ടുണ്ട്. 45 ഡിഗ്രി ആയിരിക്കും വന്ന് ലൈറ്റ് വീഴുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പുറത്തോട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗർ ആണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും സെക്കൻഡും തേർഡും ബിയും സിയും എന്താണ്? റിഫ്രാക്ഷൻ ആണ്. ഇത് സെക്കൻഡ് ഫിഗർ എന്താ? ഗ്ലാസ് സ്ലാബിന്റെ ഫിഗർ ആണ്. തേർഡ് പ്രിസത്തിന്റെയുമാണ്. ഗ്ലാസ് ലാബിൽ എവിടെയൊക്കെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? ക്യൂവിലും ആറിലും. ഇവിടെയും ക്യൂവിലും ആറിലുമാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. The critical angle of a glass is 42 degree. Choose the angle of incidence for total internal reflection take place. Total internal reflection നടക്കണമെങ്കിൽ രണ്ട് കേസ് ആയിരിക്കണം. എന്തൊക്കെയായിരിക്കണം? ലൈറ്റ് എങ്ങനെ എൻ്റർ ചെയ്യണം? ഡെൻസർ ടു
റെയർ ആയിരിക്കണം. അതേപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. അതായത് 42 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കണം എന്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. 40 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ റിഫ്രാക്ഷനാണ്, കുറവല്ലേ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറവാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ അവിടെ റിഫ്രാക്ഷൻ ആയിരിക്കും. ഇവിടെയും റിഫ്രാക്ഷൻ ആയിരിക്കും. ഇവിടെ 42 ഡിഗ്രി ആണെങ്കിലോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 49 ആണെങ്കിലാണ് എന്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. കാരണം എന്താ? 49 ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ്, 42നേക്കാളും കൂടുതലാണ് 49. എട്ടാമത്തത്, we can see many small prisms in the reflectors used in motorcycle. കണ്ടോ, മോട്ടോർ സൈക്കിളിലെ റിഫ്ലക്ടേഴ്സ് കണ്ടോ? നമ്മ ഇവിടെ എന്ത് ചെയ്യണം? ഈ റിഫ്ലക്ടേഴ്സിന്റെ ബെനിഫിറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിഫ്ലക്ടറിൻ്റെ അകത്ത് ഇതേപോലെ കുറെ പ്രിസംസ് ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു പ്രിസം ഉണ്ടാവും. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. ആംഗിൾ 90 ഡിഗ്രി നോർമലിലാണ് വന്ന് വീഴണമെങ്കിൽ എന്തായിരിക്കും? ഇവിടെ നോ ഡീവിയേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റിൽ പോയി തട്ടും. ഇത് കുറച്ചിങ്ങനെ ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഇതിന്റെ നോർമൽ എന്താ? ഇത് n നോർമൽ. ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ആണ്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായതുകൊണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇവിടെയും എന്താ ആംഗിൾ? 45 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാറിന്റെ ലൈറ്റ് ഇങ്ങനെ ഇതേപോലെ നമ്മുടെ വെഹിക്കിൾസിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ലൈറ്റ് ഇവിടെ കൂടി പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ ഇതേപോലെ കുറെ കുഞ്ഞു കുഞ്ഞു പ്രിസംസ് ഉണ്ടാവും നമ്മുടെ റിഫ്ലക്ടറിന്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് വിസിബിലിറ്റി ഓഫ് വെഹിക്കിൾസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ആക്സിഡൻസ് ഒക്കെ ഈ നൈറ്റ് സമയത്ത് ഇപ്പൊ വെഹിക്കിൾസ് രാത്രി കണ്ടില്ലെങ്കിൽ എന്ത് പറ്റും? ആക്സിഡന്റ് സംഭവിക്കില്ലേ? അപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ സൈക്കിളിന്റെ ബാക്കിലുള്ളത് തിളങ്ങും. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു വാഹനമുണ്ട്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാം. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഡിഫറെന്റ് മീഡിയംസ് തന്നിട്ടുണ്ട്, അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഹാസ് ലീസ്റ്റ് സ്പീഡ്. അപ്പോൾ ഇതിന്റെ റിലേഷൻ ആദ്യം അറിയണം. എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ നോക്കണം? ആർക്ക് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഡയമണ്ടിന്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഡയമണ്ട് ആണ് കറക്റ്റ് ആൻസർ. ഇനി ബി, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറസിൻ? അപ്പോൾ കെറസിനില് എത്രയാണ് പ്രകാശത്തിന്റെ വേഗത എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറസിൻ V ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ, അത് ഓൾറെഡി തന്നിട്ടുണ്ട്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറസിൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറസിൻ എത്രയാ? 1.44. അപ്പോൾ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1.44 എത്ര കിട്ടും? 2.083 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം എയർ ടു ഡയമണ്ട്. അല്ലേ, എയർ എന്താ? ഒരു റെയർ മീഡിയം ആണ്. ഡയമണ്ട് എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലാ അല്ലേ? ഇവിടെ നോക്കിയേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ കൂടുതൽ? ഡയമണ്ടിനാ കൂടുതൽ കമ്പയർഡ് ടു എയർ. അപ്പോൾ ഇതെന്തായിരിക്കും? റെയർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം. റെയർ ടു ഡെൻസർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും അല്ലെ? ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും. ഓക്കെ, ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും ലൈറ്റ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലായിരിക്കും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവായിരിക്കും. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇനി the path of light through medium A, B, C, D are given. Choose the correct figures. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ഫിഗേഴ്സ് എന്ന് നോക്കണം. ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് കൂടണത്? ഏറ്റവും കൂടുതൽ ഡിക്ക് ആയിരിക്കും. എന്ന്, ബിന്ന്, സിന്ന്, ഡിന്ന് കൂടി കൂടി പോണേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. റെയർ ടു ഡെൻസർ ആണെങ്കിൽ എന്തായിരിക്കും?
ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും. ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും ഡീവിയേഷൻ. ഡെൻസർ ടു റെയർ ആണെങ്കിലോ എവേ ഫ്രം ദ നോർമൽ. അപ്പൊ നമുക്ക് നോക്കാം. എ ഇന്ന് ബിയിലോട്ട് അല്ലേ, ഇത് റെയർ ആണ്, ഇത് ഡെൻസർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ റെയർ ടു ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് നോർമൽ, അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് ബിയും സിയും. ബിയും സിയിലും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെയർ ആണ് അല്ലെ, സി ഡെൻസർ. ഇവിടെ നോക്കിയ ടുവേർഡ്സ് ആണോ, റെയർ ടു ഡെൻസർ അല്ല, എവേ ആ കാണിച്ചേക്കണേ അല്ലെ, എവേ ആണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഫിഗർ ഇത് എന്താ തെറ്റ. ഓക്കെ, ഇനി ഫിഗർ ബി നോക്കിയേ. എ ടു ബി റെയർ ടു ഡെൻസർ അല്ലെ, ഇവിടെ ഐ ആണ് എന്ത് കൂടുതൽ, 6 കുറവ്, അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി ബി ടു സി റെയർ ടു ഡെൻസർ അല്ലെ, ബി ആണ് കുറവ്, സി ആണ് കൂടുതൽ. ഇവിടെയും എന്താണ്, ടുവേർഡ്സ് ദ നോർമൽ ആണ്. ഇനി സി ടു ഡി ആണെങ്കിലോ റെയർ ടു ഡെൻസർ മീഡിയം ആണ്, ടുവേർഡ്സ്, അപ്പൊ ബി കറക്റ്റ് ആണ്. ഇനി അടുത്ത ഫിഗർ സി നോക്കുക. സി ആണ് എന്ത്, ഡെൻസിറ്റി കൂടുതൽ, ഡെൻസർ ടു റെയർ ആണ്. അപ്പൊ എന്താ, എവേ ഫ്രം ദ നോർമലാ. സിയും ബി അല്ലേ, ഡെൻസർ ടു റെയർ ആണെങ്കിൽ എന്തായിരിക്കണം, എവേ ഫ്രം ദ നോർമൽ ആയിരിക്കണം. ഇവിടെ ആണ്. ഇനി ബിയും ഡിയും ഇപ്പൊ റെയർ ടു ഡെൻസർ ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ ആണോ, ഇവിടെ അല്ല. ഇനി ഇവിടെയോ, ഡി ടു എ അതായത് ഡെൻസർ ടു റെയർ ആണെങ്കിൽ എന്തായിരിക്കണം, എവേ ഫ്രം ദ നോർമൽ ആണ്. പക്ഷെ ഇവിടെ ഫസ്റ്റ് കേസിൽ അല്ലായിരുന്നു, അപ്പൊ സി അല്ല. ഇനി അടുത്തത് ഡി, റെയർ ടു ഡെൻസർ ടുവേർഡ്സ് നോർമൽ, കറക്റ്റ്. റെയർ ടു ഡെൻസർ ടു റെയർ, സി അല്ലേ കൂടുതൽ, ഡെൻസർ ടു റെയർ എന്തായിരിക്കും, എവേ ഫ്രം ദ നോർമൽ, കറക്റ്റ്. റെയർ ടു ഡെൻസർ ടുവേർഡ്സ് നോർമൽ, ഇപ്പൊ ഡി കറക്റ്റ് ആണ്. ഇനി ഇ ആണെങ്കിലോ, ഡെൻസർ ടു റെയർ എവേ ഫ്രം ദ നോർമൽ, കറക്റ്റ്. ഇനി റെയർ ടു ഡെൻസർ, ബിയും ഡിയും നോക്കുമ്പോൾ ടുവേർഡ്സ് നോർമൽ, കറക്റ്റ്. ഇനി ഡെൻസർ ടു റെയർ എവേ ഫ്രം ദ നോർമൽ, അപ്പോൾ ബിയും ഡിയും ഇയും ആണ് എന്ത് കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എത്തനോൾ ഇസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ദ മെത്തനോൾ. അതായത് എത്തനോളിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്, കുറവാണ് കമ്പയർഡ് ടു മെത്തനോൾ. നമുക്ക് ഇവിടെ റിലേഷൻ അറിഞ്ഞാൽ മതി, സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള. സ്പീഡ് കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എത്തനോൾ എന്താ, എത്തനോളിന് സ്പീഡ് ഓഫ് ലൈറ്റ് ലെസ് ആണ്, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും, ഐ ആയിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഐ ആയിരിക്കും. മെത്തനോളിന് സ്പീഡ് ഓഫ് ലൈറ്റ് ഐ ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെസ് ആയിരിക്കും. അപ്പൊ ആൻസർ എന്താ, മെത്തനോൾ. കാരണം എന്താ, സ്പീഡ് ഓഫ് ലൈറ്റ് ലെസ് ആണെങ്കിൽ, സ്പീഡ് ഓഫ് ലൈറ്റ് ഐ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലോവർ ആയിരിക്കും. Thank you.